ഗൈസ് വെൽക്കം കില്ലാടി സിറ്റി ചാലഞ്ച് ആണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് ആദ്യം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ് ഗൈസ്. ഫൗണ്ടേഷൻ നമ്മൾ കണ്ണാടി നോക്കിയിടാനുള്ള ആവശ്യമാണ്, അതുകൊണ്ട് കണ്ണാടിയിലാണ്. ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ആദ്യം ഫൗണ്ടേഷനാണ് ഇട്ടെടുക്കുന്നത്. ഇവിടെ വേണ്ട ഭാഗത്തൊക്കെ ഇട്ടെടുത്താൽ നല്ല മുഖത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ മതി ഗൈസ്. കുറച്ച് അധികം ഒന്നും ഇട്ടിട്ടില്ല, ഒരു പരുവത്തിനൊക്കെ ഇട്ടിട്ടുള്ളൂ ഗൈസ്. ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ നമ്മളിതിവിടെ മാറ്റി വെക്കുവാണ്. അപ്പോൾ ഗൈസ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗൈസ് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മുഖത്തോട്ട് അപ്ലൈ ആകത്തില്ല. ഇതാണെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ് അപ്ലൈ ചെയ്യാനൊക്കെ, ഭയങ്കര ഒരു തിക്കായിട്ട് നിൽക്കുകയാണിത്. ഭയങ്കര ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഈ മേക്കപ്പ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഈ കണ്ണിപ്പത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ മേക്കപ്പ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. നമ്മുടെ മുഖത്തെല്ലാം ഫൗണ്ടേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് പൗഡറാണ് ഗൈസ്. പൗഡർ നമ്മൾ ഡാസ്ലറിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ലുക്ക് അതിട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ പൗഡർ ഒരു ഡാസ്ലറിൻ്റെ ഒരു പൗഡറാണ് എടുക്കുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ തേച്ചത് കൊണ്ട് തന്നെ നമ്മൾ അധികം പൗഡറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി വെച്ച് തേക്കുക. അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എല്ലാവരും കൂടെ ഭയങ്കര കാറ്റ് ഗൈസ്, എന്താണെന്ന് അറിയില്ല. എനിക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒന്ന് പൗഡർ ചെയ്യാൻ അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കി വന്ന പൗഡറാണ്, ബാക്കി വന്ന കുറച്ചേ ഉള്ളൂ ഗൈസ്. കുറച്ച് പൗഡറുള്ളൂ, അതുകൊണ്ട് മാറ്റി വെച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നല്ലൊരു അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐ മേക്കപ്പിലോട്ട് കിടക്കും കേട്ടോ. ഗൈസ് നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ അപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഓണത്തിന് നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു അത്. പക്ഷേ അത് ഓണത്തിന് നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഒന്നും ഉത്തരമൊന്നും പറഞ്ഞിട്ട് കമൻറ്റിലൊന്നും തന്നില്ലായിരുന്നു. അതെനിക്ക് പറയാനുണ്ട്. പിന്നെ പറയാനുള്ളത്, എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഹായ് അക്ഷര എന്ന് പറഞ്ഞിട്ട്. അത് പേരെങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ അപ്പോൾ ഗൈസ് അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഹായ് അയച്ച കുട്ടിക്ക് ഞാനൊരു ഹായ് അയക്കുന്നു. അവൾക്ക് ഹായ് അയച്ച കുട്ടിക്ക് വേണ്ടി ഒരു ഹായ് അവൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐഷാഡ് നൈസ് ഇടുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇനി ഐഷാഡ് ആണ് നമ്മളിത് ഈ ഒരു കളറ്, ഒരു റെഡിഷ് കളറാണ് കേട്ടോ ഇടുന്നത്. ഗൈസ് ഇട്ടിട്ട് ഗൈസ് ഒരു കണ്ണി ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ, അധികമൊന്നും നമ്മളിപ്പോൾ ഇടുന്നില്ല. ഇനി നിങ്ങളോരോ ചലഞ്ചൊക്കെ പറയാം, നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. ഞാനങ്ങനെ ഐഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവളെന്തോ പൊക്കി കാണിക്കുന്നു കേട്ടോ. ഗൈസ് എന്തോ പൊക്കി കാണിക്കുന്നു. എന്താണ് ഡൈനോസറിൻ്റെ തലയൊക്കെ എടുത്തതാണ്. അപ്പോൾ ഗൈസ് ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഐ മേക്കപ്പിൻ്റെ കയ്യാറൊന്നും ആയിട്ടില്ല. ഐലൈനറാണ് ഗൈസ്. ഇത് 24 hours നിൽക്കുന്ന ഐലൈനറാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നിൽക്കും കേട്ടോ. ഇതാണ് ഐലൈനർ. നമുക്ക് കണ്ണെഴുതാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ണെന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ണിൽ എഴുതുന്നത് തന്നെ മറ്റൊരു കണ്ണിൽ എഴുതണം. അതാണ് ടഫ്. ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പലർക്കും പല രീതിയിലാണ് എഴുതുന്നതെന്ന് വെച്ചാൽ വാലിട്ടിട്ടാണ് കേട്ടോ എഴുതുന്ന. എനിക്ക് പിന്നെ തെറ്റുകാലം വിചാരിച്ചിട്ട് വാലങ്ങനെ കുളമായാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കണ്ണ് കണ്ടു എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ണ് അങ്ങനെ കിട്ടിയ കൊള്ളുന്നുണ്ട്. രണ്ടാമത്തെ കണ്ണ് ഞാൻ അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ഇച്ചിരി വലുതായെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇല്ല, എനിക്കറിയാൻ പറ്റും, അത് വലുതായില്ല. അവൾ പറഞ്ഞുകൊണ്ട് തന്നെ വലുതായിരുന്നു. ഇങ്ങനെയാണുള്ളത് ഇപ്പോൾ. ആ ഐലൈനർ വെച്ച് തന്നെ നമ്മളൊരു പൊട്ടും കൂടി ഇടുന്നുണ്ട്. അതാകുമ്പോൾ ഒരു കുഞ്ഞി പൊട്ടും കൂടെ നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാം. ഞാനധികം വലിയ പൊട്ടൊന്നും ഇടാറില്ല കേട്ടോ, ചെറുതേ ഇടാത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ പൊട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ പൊട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഐ മേക്കപ്പും കഴിഞ്ഞു. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മസ്കാര ആണ്. ഇതും 24 hours നിൽക്കുന്നത്. ഗൈസ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എത്ര പേര് ബിഗ് ബോക്സ് കാണുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ് എത്ര പേര് ബിഗ് ബോസ് കാണണം എന്നാണ് ഓള് ചോദിച്ച ചോദ്യം. അല്ല ഗൈസ്, കമൻറ്റ് ബോക്സിൽ ബിഗ് ബോക്സ് കാണുന്നവർ എത്ര പേരുണ്ടെന്ന് ഇന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടം ബിഗ് ബോക്സിൻ്റെ ഫാൻ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ് മസ്കാര ആണ് ഇടാൻ പോകുന്നത്. മസ്കാര ഒക്കെ തീരാറായി ഗൈസ്. മസ്കാര നമ്മൾ അധികം ഉപയോഗിക്കത്തില്ലെങ്കിൽ അത് കുറച്ച് മസ്കാര എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മസ്താനിയുടെ രൂപം മനസ്സിൽ ഓർക്കുന്നു. ബിഗ് ബോസ് ഫാനാണ് ഞാൻ. അധികം ബിഗ് ബോസ് ഒന്നുമല്ല. നിങ്ങൾ അനീഷിനെ വോട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ റെന ഫാത്തിമേനെ ആയിരുന്നു. റെന ഫാത്തിമ പോയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമായി. ഞാൻ റെന ഫാത്തിമയുടെ ഒരു ഫാനായിരുന്നു. നിങ്ങൾക്ക് ആരാണ് ആ 3 ദിവസം പിടിച്ചു നിൽക്കുന്നത്? എനിക്ക് അനീഷിനെയാണ്. ഗൈസ്, എനിക്ക് അനീഷിനെയാണ്. റെന ഫാത്തിമേനെ ആയിരുന്നു, പക്ഷെ റെന ഫാത്തിമ പോയി ഗൈസ്. അനീഷും ഷാനവാസൊക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട്. റെന ഫാത്തിമ ഇത് കാണുവാണെങ്കിലും കേൾക്കുവാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, റെന ഫാത്തിമ പോയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. ഞങ്ങളെ വീട്ടിലെ അച്ചാച്ചിക്കും അമ്മയ്ക്കും റെന ഫാത്തിമയായിരുന്നു ഇഷ്ടം. എന്താ അപ്പോൾ ആ കൊച്ചിനെ വീടുണ്ടെന്നൊക്കെ ആയിരുന്നു പറഞ്ഞ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, എൻ്റെ അച്ചാച്ചി അമ്മയും പറഞ്ഞ് മസ്താനീനെ വിട്ടാൽ മതിയെന്ന്. മസ്താനിയൊക്കെ പോയി ഗൈസ്. സാബുമാനെ വിട്ടാൽ മതി.
ഇന്നെങ്ങാനും കഥ കഴിയുമോ? ഇത് വെച്ച് കുറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചന്ദനം വെച്ച് ഇട്ട് കൊടുക്കുന്നത്. ചന്ദനം നമ്മൾ ഇടുന്നില്ല. ഇപ്പം നമ്മൾ എടുത്തിട്ടില്ല, ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്തിട്ടില്ല, നമ്മൾ പുറത്തിരുന്നാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഗൈസ് ഇത് ചെറിയ കുറി ഇടണം. അത് ഗൈസ് കുഴപ്പമില്ലാത്തൊരു കുറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മതി ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ